أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتي أحسنت فرجها فنفخنا فيها من روحنا وجعلناها وبينها آية للعالمين. صدق الله العلي العظيم. إلهي لست للفردوس أهلا ولا أكوى على نار الجحيم، فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. ولمومة سيدنا ومولانا محمد. കരുണാവാരതിയായ കാരുണ്യക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു ഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം മുഴുവനും അല്ലാഹുവിൻ്റെ റിളയിലായി അവൻ്റെ ത്വാഅത്തിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞ രണ്ട് കുടുംബങ്ങളെ പറ്റി, ആലു ഇബ്രാഹിം, ആലു ഇമ്രാൻ. ഇബ്രാഹിമിന്റെ കുടുംബം, ഇമ്രാന്റെ കുടുംബം. ആ ഇമ്രാന്റെ കുടുംബത്തിന്റെ മഹത്വങ്ങളെ പറ്റി അത് പറയാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനികളായ ആളുകളുമായി പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അവതരിപ്പിച്ചു കൊടുത്തതാണ് ആലു ഇമ്രാൻ സൂറത്തിന്റെ 80ഓളം വരുന്ന വചനങ്ങൾ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയണ്ടായി. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അതേപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഒക്കെ ജീവിതത്തിലുണ്ടായ അത്ഭുത സംഭവങ്ങളെ പറ്റി, വാർദ്ധക്യ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും അള്ളാഹു മക്കളെ കൊടുത്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് യാചിച്ചതിന്റെ ഫലമായി കൊടുത്ത മറിയം എന്ന് പറയുന്ന പൊന്നുമോൾ, അവരുടെ പ്രത്യേകതകളാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആലു ഇമ്രാൻ സൂറത്തിലൂടെ തന്നെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാഹു പറയുകയാണ്, വല്ലതി അഹ്സനത് ഫർജഹാ വനഫഖനാ ഫീഹാ മിർ റൂഹിനാ വജഅൽനാഹാ വബൈനഹാ ആയതൻ ലിൽആലമീൻ. അല്ലാഹു പറയുന്നു, വല്ലതി അഹ്സനത് ഫർജഹാ, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ചാരിത്രത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂക്ഷിച്ചു. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഒരു തെറ്റും ചെയ്യാതെ തന്റെ ചാരിത്രത്തെ സൂക്ഷ്മതയോടുകൂടിയിട്ട് കൊണ്ടുവന്ന് നടന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. വനഫഖനാ ഫീഹാ മിർ റൂഹിനാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നുകൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഊതുകയാണ്. വജഅൽനാഹാ വബ്നഹാ ആയതൻ ലിൽആലമീൻ. എന്നിട്ട്
അതിൽ നിന്നുകൊണ്ട് ഒരു സന്താനത്തെ അല്ലാഹു കൊടുക്കുകയാണ്. ലോകത്തിന്റെ മുഴുവനും ദൃഷ്ടാന്തമാണ്. അവരും അവരുടെ മകനും ലോകത്തിന്റെ മുഴുവൻ ദൃഷ്ടാന്തമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതുപോലെ ലോകത്ത് ഒരു ഉമ്മയും മോനും ഇതുവരെ ഉണ്ടായിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയെയും മകനെയും ഈ ലോകത്തേക്ക് അയച്ചത്. തുടർന്ന് ഇങ്ങനെ കാണാം, ഇത് ഖാലത്തിൽ മലായികതു യാ മറിയം, അല്ലാഹുവിന്റെ മലക്ക് ചെന്നിട്ട് പറഞ്ഞു, മറിയമേ, ഇത് ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഖറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, നിന്നെ ഞാൻ പരിശുദ്ധയാക്കിയിരിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിൽ നിന്നുകൊണ്ട് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ സ്ത്രീകളെ എണ്ണുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഹുവൈലിദിന്റെ മകളായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ. അതേ കൂട്ടത്തിൽ തന്നെ എന്നെ ഒരാളാണ് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. നാളെ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ വെച്ച് രണ്ടുപേരെ വിവാഹം കഴിക്കുന്നത്, ഒന്ന് ആസിയ ബീവിയെയും ഒന്ന് മറിയം ബീവിയെയും. കാരണം ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലായിട്ടല്ല, അവരത്രയും പ്രയാസങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് അനുഭവിച്ചു, എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് മാറിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല എന്ത് ചെയ്തു, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പരിശുദ്ധയായി വാഴ്ത്തി. ക്രിസ്തീയ സമൂഹം അവരുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും ഒക്കെ പല സ്ഥലങ്ങളിലും യോജിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. 238 കോടി ക്രിസ്ത്യാനികൾ, 2.4 ബില്യൺ ക്രിസ്ത്യാനികൾ ലോകത്തുണ്ടെന്നാണ് 2024 കണക്ക് പ്രകാരം. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ മാർപ്പാപ്പ 140 കോടി കത്തോലിക്കരുടെ എല്ലാമായിട്ട് അവര് കാണുന്ന ആളായിരുന്നു. ലോകത്തുള്ള 140 കോടി കത്തോലിക്കരുണ്ടെന്നാണ് 2024 കണക്ക് പ്രകാരം 2.4 ബില്യൺ. നിങ്ങൾ സംശയമുള്ള ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പൊ അത്രയും വിശ്വാസികൾ അവര് പരിശുദ്ധയായിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കാണുന്നു. ലോകത്തുള്ള ക്രിസ്ത്യാനികൾ, മുസ്ലിമീങ്ങളോ അവരുടെ ഖുർആനിൽ തന്നെ ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പറയും, ഇന്നല്ലാഹ അസ്തഫാകി വതഖറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. പരിശുദ്ധയാണ്, പ്രത്യേകമായി അല്ലാഹു തിരഞ്ഞെടുത്തവനാണ്. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെ കൂട്ടത്തിലെ നേതാവുമാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് എതിർപ്പുള്ള ഒരു വിഭാഗമാണ് ജൂതന്മാരായ ആളുകള്. തൗറാത്ത് അനുസരിച്ച് വിശ്വസിക്കുന്ന ആ യഥാർത്ഥത്തിലുള്ള ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകള് മറിയം ബീവി റളിയല്ലാഹു അൻഹ പിഴച്ചവളാണെന്നാണ് പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജാരസന്തതിയാണെന്നാണ് പറയുന്നത്. അവരുടെ വിശ്വാസാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. അവര് പരിശുദ്ധയാണെന്നാണ്. വീണ്ടും ഇങ്ങനെ ആലി ഇമ്രാൻ സൂറത്ത് ഇങ്ങനെ എടുത്തു നോക്കിയാൽ കാണാം, 35, 36, 37 ഇങ്ങനെ തുടങ്ങിയിട്ട് സുദീർഘമായ 80ഓളം വചനങ്ങൾ ഈ കുടുംബത്തെ പറ്റി പരാമർശിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ, ഇത് ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം. സലാമിനെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകള് മറിയം ബീവി റളിയല്ലാഹു അൻഹ പിഴച്ചവളാണെന്നാണ് പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജാരസന്തതിയാണെന്നാണ് പറയുന്നത്. അവരുടെ വിശ്വാസാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. അവര് പരിശുദ്ധയാണെന്നാണ്. വീണ്ടും ഇങ്ങനെ ആലി ഇമ്രാൻ സൂറത്ത് ഇങ്ങനെ എടുത്തു നോക്കിയാൽ കാണാം,
35, 36, 37 ഇങ്ങനെ തുടങ്ങിയിട്ട് സുദീർഘമായ 80ഓളം വചനങ്ങൾ ഈ കുടുംബത്തെ പറ്റി പരാമർശിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാ, ഇദ് ഖാലത്തിൽ മലായികതു യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം. ബൈബിൾ നോക്കിക്കഴിഞ്ഞാല് മാർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, യോഹന്നാനിന്റെ സുവിശേഷം, ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 4 സുവിശേഷങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് ബൈബിൾ എന്ന് പറയുന്ന ആ സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങളാണുള്ളത്. അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് മാർക്കോസിന്റെ സുവിശേഷമാണ്. ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് മാർക്കോസിന്റെ സുവിശേഷമാണ്. അതാണെങ്കിലോ ക്രിസ്താബ്ദം 60-75 ഇതിന്റെ ഇടക്കാണ് എഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പത്രോസിന്റെ പ്രസംഗങ്ങളാണ് ശരിക്ക് അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ സുവിശേഷമായ മാർക്കോസിന്റെ സുവിശേഷം യഥാർത്ഥത്തിലുള്ള ബൈബിളുമായിട്ട് പല കാര്യങ്ങളും വൈരുദ്ധ്യം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ എടുത്ത് ഇതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു നികുതി പിരിവുകാരനായിരുന്നു മാർക്കോസ് നികുതി പിരിവുകാരനായിരുന്നു. ബർണബാസിന്റെ സഹോദരി പുത്രനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ സുവിശേഷങ്ങളിൽ ഒരുപാട് തിരുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, ജീസസ് ക്രൈസ്റ്റിന്റെ ശിഷ്യനായിരുന്നില്ല. കാരണം ഇത് എഴുതിയിട്ടുള്ളത് തന്നെ ക്രിസ്താബ്ദം 60-75 ആ കാലഘട്ടത്തിന്റെ ഇടയിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യനായിട്ട് അദ്ദേഹം മാറുന്നത്? അദ്ദേഹം പത്രോസിന്റെ കൂടെ നടന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് പലതും അദ്ദേഹം സുവിശേഷമായിട്ട് എഴുതി ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ ചുമ്മാ ആ ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനും ബൈബിളും ഒക്കെ നമ്മൾ പഠിച്ച് അതും മനസ്സിലാക്കണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണെന്നും അദ്ദേഹത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേറൊരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. മത്തായിയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടെ സഞ്ചരിച്ചിട്ടില്ല. മനസ്സിലായോ? മത്തായിയുടെ സുവിശേഷങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഉള്ള ആദ്യത്തെ സുവിശേഷമായ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് പലതും എടുത്തു ചേർത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അവസാനം വന്നിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷം, അതാണ് ഇതിൽ നിന്ന് കുറെ വ്യതിരിക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിന്റെ ഇടക്ക് വന്ന ലൂക്കോസിന്റെ സുവിശേഷം, അതാണ് ഏറ്റവും അവസാനം എഴുതപ്പെട്ടത്, ലൂക്കോസിന്റെയാണ്. അതേപോലെ തന്നെ വേറൊരു സുവിശേഷമാണ് യോഹന്നാനിന്റെ സുവിശേഷം. യഥാർത്ഥത്തിൽ സെന്റ് പോൾ അഥവാ പൗലോസ്, അദ്ദേഹത്തിന്റെ വൈദ്യനായിരുന്നു ലൂക്കോസ്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം സുവിശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. ചരിത്ര പണ്ഡിതനായ ഗ്ലൈറ്റൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, റവറന്റ് ഗ്ലൈറ്റൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഈ സുവിശേഷങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ പറ്റിയിട്ട്. ഓരോന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേദ വിഭാഗത്തിലെ പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാര് യഥാർത്ഥത്തിൽ വേദ പുസ്തകത്തിൽ ഇത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നതിനെ പറ്റിയിട്ട് വരെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ബൈബിളും പഴയ ബൈബിളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് തിരുത്തലുകൾ വന്നിട്ടുണ്ട്. കാരണം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത് ഏകദൈവ വിശ്വാസമായിരുന്നു. യേശു പഠിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ അനുഗമിക്കുക, ഏകദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു തിയറിയുമായിട്ട് നടന്ന ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം പല വിഭാഗങ്ങൾ കടന്നു വന്നു. കോൺസ്റ്റൈൻ രാജാവ് വന്ന സമയത്ത്, ഇന്ന് റോമാണല്ലോ ക്രിസ്തീയ മതത്തിന്റെ ആസ്ഥാനം, യഥാർത്ഥത്തിൽ ബത്ലഹേമാണ്, ഫലസ്തീനിന്റെ മണ്ണാണ്. പക്ഷേ പിന്നീട് കോൺസ്റ്റൈൻ ചക്രവർത്തി, റോമ ഭരിക്കുന്ന ചക്രവർത്തി, അദ്ദേഹം എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നിക്യ കൗൺസിൽ എന്ന പേരില്
സുന്നഹദോസ്, ഒന്നാം സുന്നഹദോസ്, രണ്ടാം സുന്നഹദോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. സർവ്വവിജ്ഞാന കോശമൊക്കെ പരിശോധിച്ചാൽ അതിനെ പറ്റിയിട്ട് പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ സുന്നഹദോസ് കൂടും, എന്നിട്ട് ബൈബിളിൽ ഓരോ തിരുത്തലുകൾ ഇങ്ങനെ വരുത്തും. അങ്ങനെ ഇദ്ദേഹം കോൺസ്റ്റൈൻ രാജാവ് വന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് പിതാവ്, ദൈവപുത്രൻ, പരിശുദ്ധാത്മാവ്. അതുവരെ ഉണ്ടായിരുന്നത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ചെറിയ വിഭാഗീയത വന്ന സമയത്ത് അവര് തമ്മിൽ എന്തായി, പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അങ്ങനെ സുന്നഹദോസ് കൊണ്ടുവന്നു. എന്നിട്ട് കോൺസ്റ്റൈൻ രാജാവിന്റെ നേതൃത്വത്തിൽ നിക്കാ കൗൺസിൽ വന്നിട്ട് അതിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ വന്നു. അങ്ങനെയാണ് പിന്നെ പഴയ പുസ്തകം, പുതിയ പുസ്തകമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായത്. ഒരുപാട് തിരുത്തലുകൾ അതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് വിശദീകരിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ആ ക്ലിന്റൺ എന്ന് പറയുന്ന ചരിത്രകാരൻ, അദ്ദേഹം അതൊക്കെ ശരിക്കും വിശദീകരിച്ച് പറയുന്നുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ആ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറ്റിയും യഥാർത്ഥ രൂപത്തിലുള്ള ചരിത്രം അതിന് 575 വർഷം കഴിഞ്ഞു ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ, യേശുക്രിസ്തു അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് 500 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പിന്നീട് വ്യക്തമായിട്ട് ആ മറിയം ബീവിയുടെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രം പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങനെ സൂറത്തു ആലു ഇംറാനിലൂടെ അല്ലാഹു പറയാണ്, മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, ഇത് കാലത്തിൽ മലായികത്തു യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുകി, നിനക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം. അതിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കാണാം. രാജാക്കന്മാരെ വിശേഷിപ്പിക്കുന്ന പേരാണ് മസീഹ് എന്ന് കാണാം. അതുപോലെ തന്നെ ലോകത്തിന് രക്ഷകരായി കടന്നു വരുന്ന കുലപതികളെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഹീബ്രു ഭാഷയിൽ അതിന് അർത്ഥം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുകയാണ്, ആ മസീഹ് ഈസ ഇബ്നു മറിയം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ നിന്നിലൂടെ പുറത്തു വരാനുണ്ട് മറിയമേ. അപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാകുന്നത്? വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ലം വമിനസ് സ്വാലിഹീൻ. മറിയമിനോട് അല്ലാഹു പറയുന്നു, ജനിക്കുന്നതിന് മുമ്പ് പറയാണ്, തൊട്ടിലിൽ വെച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കും. അതുപോലെ തന്നെ ആ കുട്ടി അല്ലാഹുവിന്റെ ദീനുമായി പ്രബോധനം നടത്തും. അപ്പൊ മറിയം ചോദിച്ചു, കാലത്ത് റബ്ബി അന്നാ യകൂനു ലീ വലദു വലം യംസസ്നി ബശർ. പഠിച്ചോനെ, എന്റെ ശരീരത്തിൽ ഒരാണ് സ്പർശിച്ചിട്ടില്ലല്ലോ, ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാകുന്നത്? പിന്നെങ്ങനെയാണ് എനിക്ക് ഗർഭമുണ്ടാകുന്നത്? ഞാൻ എന്റെ കന്യകത്വം ഇതുവരെ കളങ്കപ്പെടുത്തിയിട്ടില്ലല്ലോ റബ്ബേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖാല കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ ഇദാ ഖലാ അംറൻ ഫഇൻ മറിയമേ, അല്ലാഹു തആല എന്താണോ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു ഉദ്ദേശിക്കുന്നതിനെ അവൻ ഉണ്ടാക്കുന്നു. കുൻ ഫയകൂൻ, ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അതുണ്ടാകണമെന്ന് അല്ലാഹു അങ്ങ് ആഗ്രഹിക്കുമ്പോ അതങ്ങ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് നീ സംശയിക്കണ്ട. എന്നിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അവിടുന്ന് ബത്ലഹേമിലെ ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ഇബ്നു ഇസ്ഹാഖിനെ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ, മഹാനായ ഇമാം തൊബരി തഫ്സീർ തൊബരിയിലൂടെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പരിശുദ്ധമായ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് നിന്നുകൊണ്ട് അല്പം മാറി അവിടെ പുഴയോരത്ത് ചെറിയ ഒരു കുടില് പോലെ ഒരു ടെന്റ് കെട്ടിയിട്ട്, ഒരു കുളിപ്പുര കെട്ടിയിട്ട് ആരും കാണാതെ അവിടെ നിന്നുകൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇത് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ ഊതങ്ങ് ഊതി
അപ്പോഴേക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാവാൻ. ഗർഭിണിയായി ആകെ പ്രശ്നമായി. നാട്ടുകാര് എല്ലാവരും ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് ബഹുമാനപ്പെട്ട മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞതിനെ പറ്റി സൂറത്തു മറിയമിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. ഫഅശാറത് ഇലൈ, കുട്ടീനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വന്നു. മാറി താമസിച്ചു, കുട്ടിയുണ്ടായി, അവസാനം തിരിച്ചു വന്നു. അപ്പോ നിന്റെ കുട്ടി ജാരസന്താനമാണ്, നീ വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞ സമയത്ത് കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കുട്ടിയുടെ നേരെ. അപ്പൊ അവര് പറഞ്ഞു, കാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. മറിയമേ, നീ ഞങ്ങളെ കളിയാക്കാണോ? ഈ ചെറിയ കുട്ടി പിഞ്ചളം കുരുന്ന് എന്ത് പറയാനാണ്? അപ്പോ ആ ചെറിയ കുട്ടി സംസാരിക്കാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി. ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടി ജനങ്ങളോട് സംസാരിക്കുമെന്ന് പറയുന്നത്, അതായത് സംസാരിക്കാനുള്ള പ്രായമായിട്ടില്ല, അതിനു മുമ്പ് തന്നെ അത്ഭുതകരമായിട്ട് ആ കുട്ടി അങ്ങ് സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ സംസാരിക്കാണ്. ആ കുട്ടി അവരോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് പ്രബോധനം നടത്താൻ വേണ്ടി വന്നതാണെന്ന് ആ കുട്ടി ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു, വറസൂലൻ ഇലാ ബനി ഇസ്രായീല അന്നി ഖദ് ജിഅതുകും ബിആയത്തിൻ മിർ റബ്ബികും അന്നി അഖ്ലുഖു ലക്കും മിനത് ത്വയ്രി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഹു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇذനില്ലാഹ് വഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ വഉഹീൽ മൗതാ ബിഇذനില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഹിറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലികും ലആയതൻ ലിൽ മുഅ്മിനീൻ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. കളിമണ്ണ് കൊണ്ട് ഞാൻ ഒരു കിളിയെ ഉണ്ടാക്കാം. മഹാനവറുകൾ പറയാണ്, അന്നി അഖ്ലുഖു ലക്കും മിനത് ത്വയ്രി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഹു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇذനില്ലാഹ്. എന്നിട്ട് അല്ലാഹുവിനെ പേര് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് ആ പക്ഷിയെ ഞാൻ പറത്തി കാണിക്കാം എന്ന് പലരും അത്ഭുതങ്ങൾ കാണിക്കുന്നവരുണ്ട്. അവർക്ക് സ്വന്തം അക്കൗണ്ടിലേക്കാണ് വരവ് വെക്കുന്നത്. പൊട്ടക്കണ്ണം മാങ്ങയിലെറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ചില ആളുകള് ഏതെങ്കിലും പാവപ്പെട്ടവർ എന്തെങ്കിലും കാര്യം വന്നിട്ട് പറയും. അപ്പൊ പറയും, ഇന്ന് തോന്നിക്കോന്ന് പറയാം. ഖുർആനല്ലേ ഓതുന്നത്, ഖുർആനിന്റെ വർക്കത്തുകൊണ്ട് ചിലപ്പോൾ അത് ശരിയാവും. ഇവന്റെ മഹത്വം ഉണ്ടാവില്ല. കാരണം ഇവന്റെ പണി എന്താ? ആത്മീയ ചൂഷണമാണ്. ജനങ്ങളെ എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റോ ആ രൂപത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ്. ഇപ്പൊ ഈ അടുത്ത ഒരു പ്രസവം നടന്നു, അതുമായി വിവാദം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ്. അദ്ദേഹം ഒരു മഹാനായ മഹാത്മാവ്. അവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു, അവർക്കൊന്നും ദുനിയാവ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഔലിയാക്കളുടെ പേരില ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത്. അജ്മീറിൽ ചെന്ന അജ്മീറിന്റെ മദാറിലേക്ക് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി മാനവരുടെ സിയാറത്തിൽ ഞങ്ങൾ കയറാൻ പറ്റൂല. കാരണം പിടിച്ചു വെച്ചിട്ട് കാശങ്ങട് വാങ്ങാം. കാശില്ലെങ്കിൽ ചിലപ്പോൾ അടിയും കിട്ടും, പൈസ കൊടുക്കണം. അള്ളാന്റെ മഹാന്മാരെ സിയാറത്ത് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. ഇനി കുറ്റിയിലിട്ടാലോ, കുറ്റിയിലിട്ട ഇവര് സമ്മതിക്കൂല. കാരണം അവരുടെ പോക്കറ്റിലേക്ക് കിട്ടണം. കുറ്റിയിലിട്ട നേരെ ഗവൺമെന്റിനാണ് പോവുക. അപ്പൊ അതുകൊണ്ട് പോക്കറ്റിലേക്ക് കിട്ടണം. ഏർവാടി പോവാണെങ്കിലോ മഹാന്മാരായ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും പൈസ വേണ്ടായിരുന്നു. അപ്പോഴോ 10 രൂപ കൊടുക്കാതെ അങ്ങോട്ട് കയറ്റൂല. ഒരു തുണിയായി വരും, വന്നിട്ട് തലയിൽ അങ്ങോട്ട് മൂടും, പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് 500-ന്റെ നോട്ട് മിനിമം മേടിക്കും. ഇതാണ് ചൂഷണങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ചാനൽ നടത്തുന്ന ആളുകള് അവര് മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച പോലെ പ്രസവിക്കാൻ നോക്കിയിരുന്ന നടക്കോ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ ഒരു അന്ധവിശ്വാസങ്ങളുമായി അത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പുമായി നടക്കുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സഹായം ഉണ്ടാവില്ല. അതേ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു, കളങ്കമില്ലാത്ത മനുഷ്യനായിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ കളങ്കമില്ലാത്ത വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഔലിയാക്കൾക്ക് സംഭവിക്കുന്നത് പോലെ സ്ത്രീയായ മറിയം ബീവി റളിയല്ലാഹു അൻഹക്കും ഒരു
ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഖുർആനാണ് പറയുന്നത്. ആലി ഇമ്രാൻ എടുത്തു നോക്കുക, സൂറത്തുൽ അംബിയ എടുത്ത് പരിശോധിക്കുക, അതേപോലെ തന്നെ സൂറത്ത് മറിയം, എല്ലാ പല സൂറത്തുകളിലും ആ ബീവിയുടെയും മകന്റെയും ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ പറയാണ്, ഞാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, നിങ്ങൾ ഒരു പക്ഷീനെ കൊണ്ടാ, ജീവനില്ലാത്ത പക്ഷി എന്നല്ല പറഞ്ഞത്, കളിമണ്ണ് കൊണ്ടുള്ള ഒരു പക്ഷിയെ ഉണ്ടാക്കിയിട്ട് അതിന് ഞാൻ ജീവൻ കൊടുക്കാം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറയാ, ഫഅൻഫുഹു ഫീഹി ഫയകൂനു തയ്റൻ ബിഇذനില്ലാ വഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ വഉഹിയിൽ മൗതാ ബിഇذനില്ലാ. അതേപോലെ കുഷ്ഠരോഗം ബാധിച്ച ആളുകളുടെ കുഷ്ഠം ഞാൻ മാറ്റിത്തരാം, കാഴ്ചയില്ലാത്തവരുടെ കണ്ണിന് കാഴ്ച ഞാൻ നൽകാം, മരിച്ചുപോയ ആളുകൾക്ക് ഞാൻ ജീവൻ നൽകാം. സ്വന്തം അക്കൗണ്ടിലേക്കല്ല പറയുന്നത്, ബിഇذനില്ലാ, അല്ലാഹുവിനെ കൊണ്ട്. ലോകത്ത് ആർക്കൊക്കെ എന്ത് കഴിവുണ്ടോ പടച്ചോ നൽകുന്ന കഴിവുള്ളൂ. സ്വന്തമായി ഒരാൾക്കൊരു കഴിവില്ല. അത് ഏത് മഹാനാണെങ്കിലും എത്ര വലിയ കുതുബുൽ കിതാബാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകാത്തൊരു കഴിവില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോ ഓരോരുത്തരും കൊടിമരം ഉണ്ടാക്കുകയാണ്. ഇബ്രാഹിം ബാദുഷ കൊടിമരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ദീനീ പ്രബോധനമായി വന്നിട്ട് ആ നാട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കൊടിമരം സ്ഥാപിച്ചു. എന്നിട്ട് അവര് ദീനിനു വേണ്ടി പോരാടി ഷഹീദായി. ഇത് കൊടിമരം ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കുന്നു, ആളുകൾ കൊണ്ടുവന്ന് കാശിടുന്നു. എന്തെല്ലാം തട്ടിപ്പുകളാണ്! ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഓരോരുത്തരെയും അളവ് കോൽ എന്ന് പറഞ്ഞത് തഖ്വയാണ്. അല്ലാഹുവിനെ എത്രമാത്രം പേടിക്കുന്നു. ഇത് ഓരോരുത്തരെ ഏജന്റുമാരെ നിശ്ചയിച്ചിട്ട് ഇരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു, ആളുകളുമായി ബന്ധപ്പെട്ട്. ഞാൻ കൊറോണ സമയത്ത് ഒരാൾ ഒരു ചാനൽ തുടങ്ങി. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിക്കാം. ഓരോ ദിവസം വന്നിട്ട് ഇദ്ദേഹം പറയും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ പറയും, 3 പേരായിട്ടുള്ളൂ, 4 പേരായിട്ടുള്ളൂ. ഇന്ന് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് അനുയായികളാണ്. ഓരോ ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ ഇങ്ങനെ ടോക്കൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അപ്പൊ ഇതിനൊക്കെ വകവെച്ച് കൊടുക്കുമ്പോ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസകൾ കൊണ്ടുപോയി ഇത്രയും ഇങ്ങനത്തെയുള്ള ആത്മീയ ചൂഷകർക്ക് കൊടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കുക. ആത്മീയ ചൂഷണം മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എറണാകുളത്ത് ഇന്ന് വിളിച്ചു പറഞ്ഞു, ഹജ്ജിന് പോവാൻ വേണ്ടി വച്ച പൈസ ഒരു പെണ്ണുണ്ടോയി. ഇവിടുത്തെ സംഭവമല്ലാണ്ട് പറഞ്ഞത്, എറണാകുളത്ത് നിന്ന് കാക്കനാട്, ഞാൻ ജോലി ചെയ്ത കാക്കനാട് തൊട്ടടുത്ത മഹലിൽ ചിറ്റേത്തുകര എന്ന മഹലിൽ പത്തനംതിട്ടക്കാരി ഒരു പെണ്ണ് വന്നു. അവിടെ നിന്ന് പരിചയം സ്ഥാപിച്ചു. എല്ലാവർക്കും ലാഭം കിട്ടാന്നോട് പറഞ്ഞപ്പോ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് കൊടുത്തു. അതിന്റെ പിന്നീട് നടന്നത് മൊയ്ലിയാരുണ്ട്, ഹാജിയാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച കാശ് കൊണ്ടുപോയി കൊടുത്തു. ഇപ്പൊ ഹജ്ജും ഇല്ല, പൈസയില്ല, ഒന്നുമില്ല. പെണ്ണിനാണെങ്കിൽ പിടിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ആ ഒരു അവസ്ഥയില. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസകൾ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പുകാർ, അതുപോലെ തന്നെ ലാഭം തരാമെന്ന് പറഞ്ഞ് വരുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിന്റെയൊക്കെ പുറകെ പോയി എത്രയാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുക. പറയാ മാത്രമല്ല, ജീവിപ്പിച്ചങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഓരോരുത്തർ വീട്ടിൽ വരുമ്പോ അവര് വീട്ടില് ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളെ പറ്റി ഈസാ നബി അലൈഹി സ്വലാം പറയും. നടക്കാതിരിക്കുന്ന ഓരോ സംഭവങ്ങളെ പറ്റിയും പറയുമായിരുന്നു. എന്നിട്ട് ആ സമൂഹം, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നവരോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ തൗറാത്തിൽ മൂസാ നബി അലൈഹി സ്വലാം എന്താണോ പറഞ്ഞത്, മോശാ പ്രവാചകൻ, ആ പ്രവാചകൻ പറഞ്ഞത് അത് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്നാൽ അല്ലാഹു തആല അത് നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് ഈസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു. ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദു ഹദാ സിറാത്തുൽ മുസ്തഖീം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമ്മുടെ റബ്ബ്, ഏക ദൈവം. ആ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കുക. ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഅതിഉ, എന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുക എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. പക്ഷേ ആ സമൂഹം അംഗീകരിച്ചോ അംഗീകരിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പോസ്തലന്മാര്, ബൈബിളിൽ അപ്പോസ്തലന്മാർ എന്ന് പറയും, ഖുർആനിൽ ഹവാരിയങ്ങൾ എന്നാ പറയുന്നത്.
അവരെ പറ്റിയാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതൊക്കെ പഠിക്കണം. എന്നിട്ട് ഈമാനികമായിട്ട് നമ്മൾ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 4 സുവിശേഷങ്ങളാണ് ഉള്ളത്. ആ 4 സുവിശേഷങ്ങളിലും യോഹന്നാനിന്റെ ആണെങ്കിലും മറ്റുള്ള സുവിശേഷങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാലും അതിലൊക്കെ ഖുർആനുമായി താരതമ്യപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികളായി ഈമാനോടുകൂടി ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കാശ്മീരിലെ കഴിഞ്ഞ ദിവസം ഒരുപാട്